ദ കേരള സ്റ്റോറി 2 അതിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയപ്പോൾ മുതൽ കേരളത്തിൽ തന്നെ കേരളം തന്നെ എടുക്കാം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങൾ ഇങ്ങനെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി അടക്കം അതിനോട് പ്രതികരിച്ചു. അപ്പം നമ്മളും പ്രതികരിച്ചു, എല്ലാവരും പ്രതികരിച്ചു. കാരണം ഇതല്ല കേരളം എന്ന്, നമ്മൾ കണ്ട കേരളവും നമ്മൾ വളർന്ന കേരളവും ഒന്നും ഇതല്ല എന്ന് എല്ലാവരും ഇങ്ങനെ ഊറ്റം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് ഈ പറയുന്ന ഈ SFI ഇത് ബീഫ് ഫെസ്റ്റ് നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. കാരണം അതിലെ പ്രധാനപ്പെട്ട എല്ലാവരെയും വേദനിപ്പിച്ച ഒരു രംഗം എന്ന് പറയുന്നത് നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കും. അപ്പം ബീഫ് ഫെസ്റ്റ് സംഘടിപ്പിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം മറ്റേ MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് പുള്ളി CK നജാഫ് പറയുന്നത് അത് പാടില്ല എന്ന് പറയുന്നു. നജാഫ് അത് പറഞ്ഞപ്പം അതിനെ അനുകൂലിച്ചുകൊണ്ട് ശശികലയും വന്നിട്ടുണ്ട്. എന്തായാലും ശശികല വരുമല്ലോ. അങ്ങനെ ഈ പറയുന്ന ഇപ്പം അവരൊക്കെ ഒന്നായ പോലാണ് നമുക്ക് തോന്നുന്നത്. ശരിക്കും എന്താണ് സംഭവം? ഇവിടെ ബീഫ് ഫെസ്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് നാളായി ഇവിടെ ഈ SFIയുടെയും DYFIയുടെയും ഒക്കെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട്. പോർക്ക് ഫെസ്റ്റ് നമ്മൾ നടത്തിയിട്ടുണ്ട്, ബീഫ് ഫെസ്റ്റ് നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു കാര്യമുണ്ട്. കാരണം നമുക്കൊരു ആഹാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. നമ്മളെ മലയാളികളെ സംബന്ധിച്ച്, മലയാളികൾക്കെന്ന് മാത്രമല്ല ലോകത്ത് എല്ലായിടത്തും ഉള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കാനുള്ള അവകാശമുണ്ട്. അത് ഏത് രാജ്യത്തായിരുന്നാലും ശരി. എന്നാൽ ചിലർ ചോദിക്കും, എന്നാൽ പിന്നെ ഇവിടെ പോയിട്ട് പന്നി ഇറച്ചി മേടിച്ച് കഴിക്കൂ എന്നൊക്കെ പറയുന്ന ചില മുരട്ട് തത്വവാദികളൊക്കെ ഉണ്ട്. അവർ എക്സ്ട്രീമിസ്റ്റുകൾ എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റും. അത്തരത്തിലുള്ള ആൾക്കാർ കുറേ പേരുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് അതിനുള്ള ഒരു അവകാശമുണ്ട്. എല്ലാവർക്കും ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കാം, തൻ്റെ ശരീരത്തിന് കൊള്ളാവുന്ന ഏത് ആഹാരവും കഴിക്കാം. പിന്നെ ബീഫ് കഴിക്കരുതെന്ന് നിർബന്ധ ബുദ്ധിയാൽ ചിലർ പറഞ്ഞാൽ നമ്മളത് അനുസരിക്കണം. അതാരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഡോക്ടർമാരാണ്. നമ്മൾ ഇപ്പോൾ ഒന്നാമത് കൊളസ്ട്രോളും ഷുഗറും പാൽപിറ്റേഷനും കുന്തം കുടച്ചക്രവും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഓരോരുത്തരും നടക്കുന്നത്. അപ്പം അങ്ങനെ ചെന്നൊരു നമ്മുടെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് നമ്മുടെ ശരീരത്ത് ട്രൈഗ്ലിസറൈഡ്സ് കൂടുതലാണ്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിപ്പിഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ നമ്മുടെ ഇത് കൂടുതലാണ്, കൊളസ്ട്രോൾ കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അടുക്ക് വരുമ്പോൾ ഡോക്ടർ അന്നേരം പറയും, നിങ്ങൾ ബീഫ്, എണ്ണയിൽ വറുത്തത് തുടങ്ങിയ സാധനങ്ങൾ, റെഡ് മീറ്റുകൾ നിങ്ങൾ ഒഴിവാക്കണമെന്ന് പറയും. അതൊരിക്കലും വലിയൊരു RSSകാരനായതുകൊണ്ടല്ല. ഇപ്പം പിന്നെ നമ്മൾ വേറൊരു കാര്യം കൂടെ ചിന്തിച്ചാൽ, ഇപ്പൊ ബീഫ് കഴിക്കരുന്നൊരു ഡോക്ടർ പറഞ്ഞ ഡോക്ടറുടെ കയ്യിലേക്ക് നോക്കും, രാഖി കിടപ്പുണ്ടോ നോക്കും. നമ്മൾ ചരടുണ്ടല്ലോ, ഈ ചരട് കിടപ്പുണ്ടോ നോക്കേണ്ടി വരും. കാരണം ബീഫ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ രാജ്യത്ത് നിന്ന് ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന ഒരു ഉൽപ്പന്നമാണ് ബീഫ്. നമ്മുടെ രാജ്യത്ത് നിന്ന് കോടിക്കണക്കിന് രൂപയാണ് അതിലൂടെ വരുമാനം. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനത്തിന്റെ പേര് ഉത്തർപ്രദേശ് എന്നാണ്. അപ്പോൾ ഇവിടങ്ങളിൽ നിന്നൊക്കെ ബീഫ് ഒരുപാട് കയറ്റുമതി ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ഇങ്ങനെ ബീഫ് കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് ബീഫ് നിർബന്ധിച്ച് കഴിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു സിനിമ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിനിമ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, നമ്മൾ കണ്ട നമ്മുടെ കേരളത്തിന്റെ പേരിട്ടുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയാണ് നടക്കുന്നത് എന്ന് തെറ്റിദ്ധരിപ്പിക്കുക. അവർ വല്ലാത്ത എക്സാഗ്രേഷൻ അല്ലേ. അപ്പൊ അതിന്റെ ഒരു ഭാഗം എന്നുള്ള നിലയിൽ നിന്നിട്ടാണ് SFIക്കാര് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ബീഫ് കഴിച്ച് കാണിക്കും, ഈ കേരളത്തിൽ തന്നെ കാണിക്കും. കാര്യം അതൊരു പ്രതിഷേധമാണ്, അതൊരു പ്രതിരോധമാണ്. കാര്യം നമ്മുടെ അടുത്ത വരുന്ന തലമുറയ്ക്ക് ബീഫ് എന്ന് പറയുന്നത് നിഷിദ്ധമാകാൻ പാടില്ല. വരുന്ന തലമുറ അത് മനസ്സിലാക്കണമെന്നേ. കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, എന്താ ബീഫിന് പ്രശ്നം. നമ്മൾ എത്രയോ കാലങ്ങളായിട്ട്, നമ്മുടെ വർഷങ്ങളായിട്ട് നമ്മൾ ബീഫ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ കേരളത്തിലുള്ളവർ. അതിൽ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊറോട്ടയും ബീഫും എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ബീഫ് നിർബന്ധിച്ച് കഴിപ്പിക്കുക. വേണ്ടെങ്കിൽ കഴിക്കേണ്ടെന്നേ, നമുക്ക് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ബീഫ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ബീഫ് കഴിക്കണ്ട. പക്ഷെ അതിനെ ഒരു മതത്തിന്റെ പേരിൽ കൂട്ടിക്കെട്ടുന്നതാണ് പ്രശ്നം. ഇപ്പം നജാഫ് അല്ലേ ചെറുക്കൻ്റെ പേര്, അപ്പം അവരെന്തിനാണ് ഇതിനകത്ത് ഊറ്റം കൊള്ളുന്നതെന്ന് മനസ്സിലാവാത്തത്. അവർക്ക് എന്താണ് പ്രശ്നം? അതാണ് ഞാനും ആലോചിക്കുന്നത്. ഇതെന്താ പറയുക, ഒരു പൊതുശത്രുവിനെ നേരിടാൻ വേണ്ടിയിട്ട് ഒന്നിച്ചു എന്ന് പറയുന്നതാവും ശരി. ഒരു പൊതുശത്രു ആരാ ഇവിടെ? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ UDF എന്ന് പറയുന്ന മുന്നണിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കോൺഗ്രസ് ആണെങ്കിലും, മുസ്ലിം ലീഗ് ആണെങ്കിലും, ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും, SDPI ആണെങ്കിലും, എല്ലാവരും പൊതുശത്രുവിന്റെ, ഇപ്പം BJP ആണെങ്കിലും, RS ആണെങ്കിലും, ഹിന്ദു ഐക്യവേദി ആണെങ്കിലും, എല്ലാവരും ഒരു പൊതുശത്രു എന്നുള്ള നിലയിൽ കാണുന്ന ആരെയാണ്? ഇവിടുത്തെ CPMനെയാണ്, കമ്മ്യൂണിസ്റ്റുകളെയാണ്. അത് പിന്നെ RSSന് പിന്നെ പണ്ടേ കമ്മ്യൂണിസ്റ്റുകാരോട് വിരോധമാണ്. അതാണ് ആഭ്യന്തര ശത്രുക്കളുടെ പേരെഴുതി വെച്ചപ്പോൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ മാർക്സിസ്റ്റ് ഒന്നും കൂടെ വിചാരധാരയ്ക്കകത്ത് എഴുതി വെച്ചതിന് കാരണം അതാണ്. അപ്പൊ ഇവിടെ മുസ്ലിംസ് അല്ലെങ്കിൽ ഈ മാർക്സിസ്റ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടത്തേക്ക് കടന്നു കയറുന്ന ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. അപ്പം എന്തുകൊണ്ട് MSFകാർ ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണ് ഇപ്പൊ പറയുന്നത്. ബീഫ് ഫെസ്റ്റ് ഇവിടെ നടത്തുന്നത് ശരിയല്ല എന്ന് പറയാൻ എന്താണ് അധികാരം?
ഒരിക്കലും MSF പറയാൻ പാടില്ല. കാര്യം അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് കൂടിയാണ്. നാളെ ഈ പറയുന്ന പോലെ അവർക്ക് നേരെ ഒരു കടന്നാക്രമണം ഉണ്ടാവും. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് ഇവിടെ പിന്നെ ഒരു ജനാധിപത്യ മുഖമുണ്ട്. നാളെ ഈ മുഖം നഷ്ടപ്പെടും. MSF ഇങ്ങനെ അതിനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ശരി, അതിനെക്കുറിച്ച് അനങ്ങാതിരിക്കുകയാണ് നല്ലത്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടുത്തെ ലീഗുകാർ അതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാത്തത്? ഈ സിനിമ പിന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ പറയുന്നല്ലോ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഇവിടെ വിലക്ക് ഏർപ്പെടുത്തുന്നു. ബീഫ് എന്ന് പറയുന്ന ഒരു സിനിമ നമ്മുടെ ചലച്ചിത്ര മേളയിൽ പ്രദർശിപ്പിക്കാനെത്തിയപ്പോൾ എന്തുകൊണ്ടാണ് അതിന് പ്രദർശനാനുമതി നിഷേധിക്കപ്പെട്ടത്? അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം നമ്മുടെ തിരുവനന്തപുരത്ത് നടക്കുമല്ലോ. അപ്പം IFKയിൽ എന്തുകൊണ്ടാണ് ആ സിനിമയ്ക്ക് പ്രദർശനാനുമതി നിഷേധിച്ചത്? നരേന്ദ്രമോദിയുടെയും ഗുജറാത്ത് കലാപത്തെയും കുറിച്ച് ഇവിടെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുമ്പോഴാണ് BBC ഡോക്യുമെന്ററി എന്തുകൊണ്ടാണ് ബാൻ ചെയ്തത്? അവിടെ എന്താ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എന്താ അർഹതയില്ലേ? അപ്പം ഇത്തരത്തിലുള്ള പ്രൊപ്പഗണ്ട സിനിമകൾക്ക് മാത്രമാണോ ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന വളരെ ഇഷ്ടപ്പെട്ട ഒരു വേർഡ് ഉപയോഗിക്കുന്നത്? ആവിഷ്കാര സ്വാതന്ത്ര്യം പ്രൊപ്പഗണ്ട സിനിമകൾ മാത്രം. ഇവിടെ ബീഫ് പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾ പ്രദർശിപ്പിക്കുക, ഉടനെ അതിനെയാണോ നമ്മൾ പിന്നെ ഉയർത്തി കാണിക്കേണ്ടത്? അത്ര സാധനങ്ങളാണോ? അല്ലേ അല്ല, അതിനെയൊന്നും അല്ല നമ്മൾ വില കൊടുക്കേണ്ടത്. ഇവിടെ നമുക്ക് വേണ്ട മതവിശ്വാസത്തിനനുസരിച്ച് അതിന് അതീതമായി ആഹാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒന്നുണ്ട്. അതിന് മുസ്ലിം ലീഗിൽ അല്ലെങ്കിൽ MSF എന്തിന് ഇവിടെ ആ സിനിമയെ സപ്പോർട്ട് ചെയ്യുന്ന പോലെയാണ് നോക്കിയത്. ബീഫ് ഫെസ്റ്റ് നടത്തിന് എതിർക്കാതിരിക്കുമോ? നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ പരസ്യമായ ഒരു പ്രതികരണമാകുമ്പോൾ ഇതിനെ മറപിടിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്ന ചില ഹിന്ദു തീവ്രവാദികളുണ്ട്. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പം പിന്നെ ശശികലയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ എങ്ങനെ എവിടെ വർഗീയത തുപ്പാമെന്ന് ആലോചിച്ചോണ്ടിരിക്കുകയാണ്. ശശികലയ്ക്ക് സന്തോഷമായി, ഭയങ്കര ഹാപ്പിയായി. നീ വാടാൻ പോലെ, നീ എന്റെ അടുത്ത ആള് നമ്മ തമ്പിതാനെന്നും പറഞ്ഞിട്ട് അവനെ വേണമെങ്കിൽ വിളിച്ച് ചേർത്ത് നിർത്തും. കാര്യം എന്താ? അവൻ എതിർക്കുന്ന ആരെയാണ്? CPM-നെയാണ്, CPM-ന്റെ നയങ്ങളെയാണ്, അല്ലെങ്കിൽ SFI എന്ന് പറയുന്ന സംഘടനയുടെ നയങ്ങളെയാണ് അവൻ എതിർക്കുന്നത്. ആ നയങ്ങളെ എതിർക്കുമ്പോൾ അവനെ കൂടെ ചേർത്ത് നിർത്തും. അതാണ് അവർ കാണിക്കുന്ന പരിപാടി. അല്ലെന്നുണ്ടെങ്കിൽ ശശികല ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിമിനെ കുറിച്ച് നല്ല ഒരു വാക്ക് ഇവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇവര് പണ്ട് ഇവിടെ ഹജ്ജിന് കൊണ്ടുപോകുന്നതിന് സബ്സിഡി ഏർപ്പെടുത്തുന്നതിനെതിരെ ഇവിടെ ഘോരം പ്രസംഗിച്ചതാണ്. നിസാര മറ്റേ അയ്യപ്പൻ വിളക്കിന് പള്ളിയുടെ പച്ച കളറിൽ അടിച്ചു എന്നും പറഞ്ഞിട്ട് അതിനെതിരെ എന്ത് വിഷയം ഉണ്ടാക്കിയവരാണ്? അല്ലെ, അങ്ങനെയുള്ള മമ്മിയുടെ അമ്പലത്തിലെ മറ്റോ ആണെന്ന് തോന്നുന്നു അല്ലെ. അപ്പൊ അവിടെ അങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്ന അവര് പെട്ടെന്ന് തന്നെ ഒരു മനമാറ്റം ഉണ്ടായിട്ട് ശരിയാണല്ലോ, SFI ബീഫ് ഫെസ്റ്റ് നടത്താൻ പാടില്ല. SFI നടത്തുന്നേ. ഏതൊരു കാര്യമുണ്ടെങ്കിലും അതിനെതിരെ ശക്തമായി പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനും അറിയാവുന്ന സംഘടന തന്നെയാണ് SFI. അക്കാര്യത്തിൽ ആർക്കും യാതൊരു തർക്കത്തിന്റെ ആവശ്യമില്ല. ഏത് കാലഘട്ടത്തിലെ SFI ഒരു പ്രതിഷേധത്തിൽ നിന്ന് മാറി നിന്നിട്ടുള്ളത്? ഏത് കാലഘട്ടത്തിലാണ്? സർക്കാരിനെതിരെ പ്രതിഷേധിക്കണമെങ്കിൽ, അതായത് LDF ഭരിക്കുന്ന സർക്കാരിനെതിരെ പോലും പ്രതിഷേധിക്കാൻ ചങ്കുറപ്പുള്ള ഒരു പ്രസ്ഥാനമാണ് SFI. ഒരു പറ്റം കുട്ടികളുടെ കൂട്ടം തന്നെയാണത്. അത് ഈ പറയുന്ന ബീഫ് ഫെസ്റ്റ് നടത്തും, പോർക്ക് ഫെസ്റ്റ് നടത്തും, വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചിക്കൻ ഫെസ്റ്റ് വരെ നമ്മൾ നടത്തും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ നടത്തി ജനങ്ങളുടെ മുന്നിൽ നമ്മൾ ഇവിടെ ഒരു പൊളിറ്റിക്കൽ അജണ്ട ആയിട്ടൊന്നും കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊരു പൊളിറ്റിക്കൽ അജണ്ടയല്ല, ഇത് ഒരു പുരോഗമനപരമായ ആശയത്തിന്റെ പ്രസരണം കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ അത്തരത്തിലുള്ള ഫെസ്റ്റുകളിലൂടെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോഴാണ് ശശികലയെ പോലുള്ള ഈ തീവ്ര ഹിന്ദു വർഗീയവാദികൾ പുറത്തേക്ക് വരുന്നത്. ഇവിടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ MSF ഇതുവരെ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾക്കും എല്ലാം എതിരാണ് ഇപ്പോൾ നജാഫിന്റെ ഈ ഒരു പ്രസ്താവന എന്ന് പറഞ്ഞാൽ. എന്തുകൊണ്ടാണ്? നാളെ പറയും നിങ്ങൾ വേറൊന്നും കഴിക്കണ്ട, നിങ്ങൾ ബീഫ് കഴിക്കരുത്, മട്ടൺ വിലക്കും. അപ്പൊ എന്ത് ചെയ്യും? നാളെ ഒരു കാലത്ത് ഇവരെങ്ങാനും അബദ്ധവശാൽ അധികാരത്തിൽ കയറി കഴിഞ്ഞപ്പോ ഇവിടെ നമുക്ക് ബീഫ് കഴിക്കാൻ പറ്റത്തില്ല. ഇവിടെ നമ്മൾ നോക്കൂ, ഹരിയാനയാണെങ്കിലും പഞ്ചാബിലാണെങ്കിലും എത്രയോ ഇടങ്ങളിൽ നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് എത്രയോ ഇടങ്ങളിൽ പശുമാംസം ഗോമാംസം കയ്യിൽ വെച്ചു എന്നും പറഞ്ഞുകൊണ്ട് എത്രയോ ചെറുപ്പക്കാരെ അടിച്ചു കൊന്നിരിക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ നാളെ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ ആരാണ് പ്രതികരിക്കാനുണ്ടാവുക? ഇവിടെ ആരാണ് പ്രതികരിക്കേണ്ടത്? ഈ കൊല്ലപ്പെട്ടതിൽ ഏറിയ പങ്കും ഈ മുസ്ലിം സഹോദരങ്ങൾ തന്നെയാണ് കൊല്ലപ്പെട്ടത്. അപ്പം അതിന് ഗോരക്ഷാ നിയമമുള്ള ഒരു നാടാണ് നമ്മളുടേത്. ആ ഒരു നാട്ടിലേക്ക് അല്ലെങ്കിൽ ആ ഒരു രാജ്യമാണ് നമ്മളുടേത്. അത്തരത്തിലുള്ള നിയമങ്ങൾ നമ്മുടെ സംസ്ഥാനം നടപ്പിലാക്കണമെന്നാണ് ഈ പറയുന്ന നജാഫ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അതോടൊപ്പം തന്നെ ഈ ബീഫ് എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ചുകൊണ്ട് കച്ചവടം നടത്തുന്ന എത്രയോ പേര് ഈ പറയുന്ന നജാഫിന്റെ സംഘടന അല്ലെങ്കിൽ മതത്തിൽപ്പെട്ടവരാണ്. നമ്മൾ നോക്കൂ, ഈ പറയുന്ന ആളുകൾ പെരുന്നാൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ പിന്നെ ഈ ബീഫിന്റെ കച്ചവടം നടക്കുന്ന എവിടെയാണ്? അല്ലെ, പെരുന്നാൾ വരുമ്പോൾ അതിന്റെ തലേ ദിവസം മുതൽ നമുക്ക് കാണാൻ കഴിയും പലയിടങ്ങളിൽ ഇതുപോലെയുള്ള പോത്തുകളാണെങ്കിലും മൂരിക്കുട്ടന്മാരാണെങ്കിലും ഇവരെല്ലാം കൊണ്ട് കെട്ടിയിട്ട് അടുത്ത ദിവസം വെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴെന്തുകൊണ്ടാണ് പിന്നെ ബീഫ് ഫെസ്റ്റിനെ പിന്നെ എതിർക്കാത്തത്?
എന്തുകൊണ്ടാണ് ബീഫ് ഇവിടെ വിളമ്പാൻ പാടില്ല എന്ന് പറയുന്നത്? ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ DYFI അല്ലെങ്കിൽ SFI അതല്ലെങ്കിൽ CPM എന്ന് പറയുന്ന ഒരു പൊതു ശത്രുവിനെതിരെ നേരിടാൻ വേണ്ടിയിട്ട് അവർ കണ്ടെത്തുന്ന ഉപായം മാത്രമാണിതെല്ലാം. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഇവര് ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരല്ല എന്നുള്ള സത്യാവസ്ഥയാണ് ഇപ്പോൾ ഇതിൽ നിന്ന് ബോധ്യപ്പെടുന്നത്. ഇവിടെ നമ്മുടെ നാടിന് വേണ്ടി നിൽക്കുന്നവരല്ല എന്നാണ് ബോധ്യപ്പെടുന്നത്. എന്ന് വെച്ചാൽ ഇവര് തീവ്ര വർഗീയവാദികളാണെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ നാടിന് വേണ്ടി നിൽക്കുമ്പോൾ നമ്മുടെ നാടിന്റെ ആഹാര സ്വാതന്ത്ര്യത്തെ ഹനിക്കാതെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നവരായിരിക്കണം നമ്മുടെ നാട്ടിൽ എപ്പോഴും ഉണ്ടാകേണ്ട പൊതുപ്രവർത്തകർ. അല്ലാത്ത പക്ഷം ഈ പറയുന്ന പോലെ മറ്റൊരു ശക്തിക്ക്, അതായത് വർഗീയ ശക്തികൾക്ക് കടന്നു കയറാൻ വേണ്ടിയിട്ടുള്ള ഒരിടമായി നമ്മുടെ കേരളം മാറാൻ പാടില്ല. ഇവിടെ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സാധനം കഴിഞ്ഞ ഈ 10 വർഷത്തിനകത്ത് പോട്ടെ, 10 പോയിക്കോട്ടെ, ഈ 5 വർഷത്തിനകത്ത് നമ്മൾ എപ്പോഴെങ്കിലും ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇവിടെ ലവ് ജിഹാദ് നടന്നിട്ടുണ്ട്. അതേസമയം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രണയം നടിച്ച് കാമുകിമാരെ കൊന്നെടുക്കുന്ന കാമുകന്മാരുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് സ്ത്രീധന പീഡനത്തിന്റെ കഥ നമ്മൾ നിരവധി കേട്ടിട്ടുണ്ട്. കാമുകനെ വിഷം കൊടുത്തു കൊല്ലുന്ന കാമുകിമാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ എവിടെയായിരുന്നു ഈ പറയുന്ന അപ്പോഴൊന്നും ഇല്ലാതിരുന്ന ഒരു ലവ് ജിഹാദ് എവിടെയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്നത്? എവിടെയാണ് ലവ് ജിഹാദ്? ഇവിടെ മലബാർ കല്യാണം പോലുള്ള കല്യാണം നടന്നപ്പോൾ എന്തുകൊണ്ടാണ് പുരോഗമനക്കാരായ ഈ പറയുന്ന മുസ്ലിം ലീഗുകാരെ എതിർക്കാതിരുന്നത്? സ്വന്തം വീട്ടിൽ 18 വയസ്സ് പൂർത്തിയാവുന്നതിന് മുമ്പ് ഈ പെൺകുട്ടികളെ വിളിച്ച് വിവാഹം കഴിപ്പിക്കുക, എന്നിട്ട് ഏറ്റവും കാശുള്ള ഏതെങ്കിലും വലിയ ടീമുകൾക്ക് ഏതെങ്കിലും പിന്നെ അറബിക്കോ മറ്റോ കെട്ടിച്ചു കൊടുക്കുക. അറബി കല്യാണം എന്ന് പറയുന്നത് കെട്ടിച്ചു കൊടുക്കുക. കെട്ടിച്ചു കൊടുത്തതിന് ശേഷം ആ കുട്ടികൾ അവിടെ പോയിട്ട് നരകതുല്യമായ ജീവിതം നയിക്കുക. അപ്പോൾ 10, 70 വയസ്സുള്ളവന്മാർക്ക് 13, 14 വയസ്സുള്ള പെൺകുട്ടികളാണ് കെട്ടിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. അറബി കല്യാണം എന്ന് പറയും. എന്നിട്ട് അവരനുഭവിക്കുന്ന ഒരു ദുരിതം ഒന്ന് ആലോചിച്ച് നോക്ക്. കൊച്ചു കുട്ടികളാണെന്നേ, ഇന്ന് 8, 9 പഠിക്കേണ്ട പ്രായം, അവരെയാണ് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നത്. അത്തരത്തിലുള്ള അതൊരു അനാചാരമാണെന്ന് എന്തുകൊണ്ട് അംഗീകരിച്ചില്ല? അതിനെതിരെ പോരാടിയും അതിനെ പ്രതിരോധിച്ചും തന്നെയാണ് ഈ സംഘടനകളെല്ലാം വളർന്നു വന്നിട്ടുള്ളത്. ഇന്ന് അങ്ങനെ ഒരു പെൺകുട്ടിക്ക് 15 വയസ്സുള്ള ഒരു പെൺകുട്ടി വിവാഹപ്രായം എത്തി അല്ലെങ്കിൽ അവളെ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടി കൊണ്ട് പരാതി കൊടുത്താൽ ഇന്നത്തെ ഈ നാട്ടില് ആ പെൺകുട്ടിക്ക് സുരക്ഷ ഒരുക്കി കൊടുക്കാൻ ഇവിടെ നേതൃത്വമുണ്ട്, സർക്കാരുണ്ട്, അതിന്റെ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ വീണ്ടും ആ അപരിഷ്കൃതമായ ഒരു നാട്ടിലേക്ക് തിരിച്ചു പോകണോ എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതിനെയാണോ ഈ പറയുന്ന നജാഫിനെ പോലുള്ള MSFന്റെ പുരോഗമനപരമായി ചിന്തിക്കേണ്ട ചെറുപ്പക്കാരാണ് അവരാണോ ഇങ്ങനെ ചിന്തിക്കുന്നത്? അപ്പൊ ബീഫ് ഫെസ്റ്റ് എന്താണെങ്കിലും ഈ പറയുന്നത് നമ്മൾ കേരളത്തിലുള്ളവർ ബീഫ് കഴിക്കുന്നത് തെറ്റാണെന്ന് ഏതെങ്കിലും ഒരുത്തൻ വാതുറന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ഇവിടെ ബീഫ് ഫെസ്റ്റ് നടത്തിയിരിക്കും. അത് തന്നെയാണ് നമ്മുടെ കേരളത്തിന്റെ രീതി. നമുക്ക് ഇപ്പൊ പിന്നെ തട്ടുകട ചെല്ലുമ്പോഴേ നമുക്ക് നല്ല മുരുമുരാന്നിരിക്കുന്ന ബീഫും നല്ല ഒന്നാന്തരം പൊറോട്ടയും കഴിക്കാൻ ഏത് മലയാളിക്കും താല്പര്യം ഉണ്ടെന്നേ. അപ്പൊ അതുകൊണ്ട് ആ താല്പര്യം ഞങ്ങൾ കാത്തു സംരക്ഷിക്കാൻ ഇനി ഏതവൻ വന്ന് പറഞ്ഞാലും ശരി.